ഹായ് ഓൾ, ഞാൻ ദേവിക, ഡിസബിൾ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണവും കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങളും. ലൈഫ് ബിഗിൻസ് ലൈക്ക് എ ടാബിൾ റാസ മീൻസ് ബ്ലാങ്ക് സ്ലേറ്റ്. പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് സ്ലേറ്റിനോടാണ് ആൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുഞ്ഞ് എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്താണ് കുഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളാണ് കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിന് കാരണമാകുന്നത്. വളരെ ലളിതമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങൾക്കായാലും പാരന്റ്സിനായാലും നമ്മൾ വീട്ടിലുള്ള മുതിർന്നവർക്കായാലും. ഈ സമയം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്തറിവാണ് അവർ നേടുന്നത്, അതാണ് അവരുടെ എൻറ്റയർ ലൈഫിൽ അവരുടെ ബിഹേവിയർ മേക്ക് ചെയ്യാനായിട്ടുള്ള ഫാക്ടർ. പലപ്പോഴും നമ്മളുടെ അടുത്ത് വരുന്ന പാരന്റ്സ് നമ്മളുടെ അടുത്ത് പറയാറുണ്ട് ഇങ്ങനെ 2-3 വയസ്സ് വരെ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു 3 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 3 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയത് തൊട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അമിതമായിട്ടുള്ള ദേഷ്യം, ദുർവാശികള്, എന്തെങ്കിലും കാര്യസാധനത്തിന് വേണ്ടി വെറുതെ കിടന്ന് കരയുക, പഠിക്കാനായിട്ട് ഇരുത്തുന്ന സമയത്ത് ബുക്കൊക്കെ വലിച്ചു കീറുക, അതല്ലെങ്കിൽ വെറുതെ ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് ഒരു മിസ്ബിഹേവ് ചെയ്യുക. അവൻ എന്തെങ്കിലും ആ സമയത്തായിരിക്കും ഇന്ന സാധനം വേണം, എനിക്കിത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടെ ടോയ് കണ്ടു കഴിയുമ്പോൾ എനിക്ക് അതേ സാധനം തന്നെ വേണം. അത് എന്ത് ചെയ്തിട്ടായാലും, എന്ത് ബിഹേവിയർ ചെയ്തിട്ടായാലും അതെനിക്ക് കിട്ടണം എന്നുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രായമാണിത്. ഇനി അടുത്തായിട്ട് പറയുന്നത് കുഞ്ഞുങ്ങളുടെ പിടിവാശി, അതായത് വാശിയെടുത്ത് ഒരു കാര്യം നേടിയെടുക്കാനുള്ള പ്രവണത. മെയിനായിട്ട് നമ്മളൊരു ടോയ് ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവിടെ കാണുന്ന എല്ലാ ടോയ്സിനോടും അവർക്ക് ഇഷ്ടമുണ്ടാവും. അവരുടെ ആ ഒരു പ്രായത്തിൻ്റെതാണ് ആ ഒരു എക്സൈറ്റ്മെന്റ്. പക്ഷെ പലപ്പോഴും വീട്ടിലുള്ള ടോയ്സ് തന്നെ കടകളിൽ കണ്ടു കഴിഞ്ഞാൽ അത് തന്നെ, വീട്ടിലൊരു കാർ ഉണ്ടെങ്കിൽ സെയിം സാധനം തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടണം, ഒരു ബസ്സിന്റെ ഒരു ടോയ് ആണെങ്കിൽ അത് തന്നെ വേണം. അങ്ങനെ വാശി പിടിച്ച് അഥവാ പാരന്റ്സിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. അമ്മ ഇത് വാങ്ങിത്തരൂ, അച്ഛ ഇത് വാങ്ങിത്തരൂ. എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതല്ലാത്തൊരു പക്ഷമുണ്ട്, അവരെന്താണ് നമ്മളെടുത്ത് വാങ്ങിത്തരത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ ഫ്ലോറിൽ വിടുന്നുരുള, മറ്റുള്ളവർ കേക്കില് ഒച്ചത്തിൽ കൂവുക, ഒച്ചത്തിൽ അലറിക്കറിയുക, അത് വേണം എന്ന് പറഞ്ഞ് അമ്മയെ അടിക്കുക, അച്ഛനെ അടിക്കുക, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ അവരെ അടിക്കുക. അത്തരത്തിലുള്ള ബിഹേവിയറുകൾ കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ ഒരു പ്രാവശ്യം അവരത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും അവരവിടെ ലേൺ ചെയ്യുന്നത് നിങ്ങൾ എന്താണ്, അപ്പൊ ഞാനിങ്ങനെ അലറിക്കരഞ്ഞ് അവർ 1-2 അടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇവരെനിക്കിത് വാങ്ങിത്തരും. എന്നാൽ അടുത്ത ദിവസം തൊട്ട് ടോയ് ഷോപ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ വേറൊരു അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ നീഡിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്, പാരന്റ്സിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അലറിക്കഴിഞ്ഞാൽ, ഞാൻ ഒന്ന് ഉറക്കെ കരഞ്ഞു കഴിഞ്ഞാൽ ഇവരെനിക്കിത് മേടിച്ചു തരും. അങ്ങനെയാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ബിഹേവിയറുകളും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് പിന്നെ വരുന്ന ഒരു കാര്യം ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കുഞ്ഞുങ്ങള് കാണുന്നത്, കേൾക്കുന്നത്, അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു പ്രായമാണ്. അടുത്തൊരു പോയിന്റ് വരുന്നത് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണിക്കുന്ന എസ്കേപ്പിസം, ഒരു രക്ഷപ്പെടല്. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ പിടിച്ചിരുത്തുമ്പോൾ അവര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സും യൂസ് ചെയ്യും. ചിലപ്പോൾ പാരന്റ്സിന് അത് മനസ്സിലാവണമെന്നില്ല. അതായത് ഇപ്പൊ ഹോംവർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വീട്ടില് പാരന്റ്സ് പിടിച്ചിരിക്കുന്ന സമയത്ത് അവർ ഉറക്കെ അങ്ങ് കരയുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള മുതിർന്നവര് ഗ്രാൻഡ് പാരന്റ്സ് വന്നിട്ട് പറയും, അയ്യോ അവൻ നാളെ പഠിച്ചോളും. പേരക്കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് അവർക്ക് അറിയുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ നാളെ പഠിച്ചോളും. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന മടിയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉറക്കെ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ഉറക്കെ കരയുമ്പോ അവരെന്നെ മനസ്സിലായോ ഇന്നൊന്നും അവൻ പോകണ്ട, അടുത്ത ദിവസം പോയിക്കോളും, ഇന്ന് മോനിവിടെ കയറിയിരുന്നു കേട്ടോ. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം തൊട്ട് കുഞ്ഞ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു തുടങ്ങും. അടുത്ത ദിവസം തൊട്ട് സ്കൂളിൽ പോകുമ്പോഴായാലും ഹോംവർക്ക് ചെയ്യുമ്പോഴായാലും കുഞ്ഞെന്താണ് ഈ ഒരു ബിഹേവിയർ കാണിക്കും. ഹോംവർക്ക് ചെയ്യാൻ എത്തുമ്പോൾ ബുക്ക് കയറി കളഞ്ഞു കഴിഞ്ഞാൽ നീ എന്നാന്ന് ചെയ്യണ്ട, അതല്ല നമ്മൾ വേണ്ടത്. അവരെന്ത് ചെയ്താലും നമ്മൾ എന്താണ് ഹോംവർക്ക് പിന്നെ ഇരുത്തി ചെയ്യിപ്പിക്കാൻ. നമ്മൾക്കും അവിടെ വേണ്ടത് ക്ഷമയാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ അവൻ അതിൽ നിന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെടും. അടുത്ത ദിവസം തൊട്ട് അവൻ ഇതൊരു എസ്കേപ്സ് ആയിട്ട് യൂസ് ചെയ്യും, ഒരു മെത്തേഡായിട്ട് യൂസ് ചെയ്യും. അപ്പൊ അവനറിയാം ഞാൻ ഇന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മമ്മ വരും, എന്നെ രക്ഷപ്പെടുത്തും, അപ്പൊ എനിക്ക് സ്കൂളിൽ പോകണ്ട. അങ്ങനെയാണ് കുഞ്ഞ് ലേൺ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിൽ ഈ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാവാനായിട്ട് പ്രധാനമായിട്ടുള്ള ഒരു കാരണം നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം കൊടുക്കണം, ഏതൊക്കെ സമയത്ത് കൊടുക്കണം, ഏത് ബിഹേവിയർ ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളിൽ പാരന്റ്സിൽ ഒരു അറിവ് വേണം. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഇപ്പൊ ഒരു ചെയറിൽ കയറിയിരുന്നു, അവിടെ നിന്ന് താഴോട്ട് എടുത്ത് ചാടുവാണ്.
ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു ചെയറിൽ കയറുന്നു, ചാടുന്നു. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് എന്താണ് പാരന്റ്സ് ഇപ്പൊ അല്ലെങ്കിൽ പാരന്റ്സ് നോക്കിയില്ലെങ്കിലും ഗ്രാൻഡ് പാരന്റ്സ് ആയാലും അവർ ഓടി വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തും, അയ്യോ ചാടല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കും. ആ സമയത്ത് അവർ ലേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഓ ഞാനിപ്പോ ഈ ചെയറിൽ കയറിയിട്ട് താഴത്തോട്ട് ചാടി കഴിഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സ് ആയാലും ഗ്രാൻഡ് പാരന്റ്സ് ആയാലും അവരെന്നെ ശ്രദ്ധിക്കും, എന്നാൽ പിന്നെ ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പൊ ഒരു ഗസ്റ്റ് വരുന്ന സമയമാണെങ്കിൽ അവരെന്താണ് ഗസ്റ്റ് ഉള്ള സമയത്ത് ഫോൺ നമ്മളോട് ഈ ഫോണൊക്കെ ചോദിച്ചു, അത്ര നാളും നമ്മളോട് ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ കൊടുക്കാത്തവരാണെങ്കിൽ ഫോണൊക്കെ അവരിയ്ക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഫോണൊക്കെ നിങ്ങളെന്നാ കളിച്ചോന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഗസ്റ്റ് വരുന്ന സമയത്ത് പാരന്റ്സിന്റെ അടുത്ത് ഒന്ന് നമ്മള് ഈ ഫോണൊക്കെ എടുത്ത് കളിച്ചു കഴിഞ്ഞാൽ അവർ ഇച്ചിരിയും കൂടി ഫോൺ എടുക്കലടാ ആ ഒരു വാക്ക് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾക്ക് എന്താണ് നമ്മൾ അവരിൽ ശ്രദ്ധ കൊടുത്തു എന്ന്. അപ്പൊ ഇതേ മോശം ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് അവർ ലേൺ ചെയ്യുവാണ്. അടുത്തായിട്ട് പറയുന്ന കാര്യമാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഈ ഒരു ഏജിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ നമ്മളുടെ പാരന്റ്സിനെയോ അധ്യാപകരെയോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലോ കൂട്ടുകാരെയോ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു പ്രായത്തിൽ വളരെയധികമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അത് നല്ല ബിഹേവിയർ ആയിക്കോട്ടെ മോശം ബിഹേവിയർ ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ അതെല്ലാം കോപ്പി ചെയ്യാൻ തുടങ്ങും. ഇപ്പൊ വീട്ടിലിപ്പോ നമ്മളുടെ അച്ഛന് ഇച്ചിരി ദേഷ്യക്കാരനാണ്, അപ്പൊ അച്ഛൻ കാണിക്കുന്ന അതേ പ്രവൃത്തികളായിരിക്കും കുഞ്ഞും കോപ്പി ചെയ്തുകൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ അമ്മയുടെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഒരു ദേഷ്യം, നല്ല സ്വഭാവമാവാം മോശം സ്വഭാവമാവാം, അതെല്ലാം ഇമിറ്റേറ്റ് ചെയ്തു തുടങ്ങും കുഞ്ഞുങ്ങൾ. അപ്പോൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഈ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടാതിരിക്കുക. അതുപോലെ ഇത്തരത്തിലുള്ള ബിഹേവിയറുകളെല്ലാം കുഞ്ഞുങ്ങളുടെ മുന്നിൽ കാണിക്കാതെ നല്ല എന്തെങ്കിലും ബിഹേവിയർ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കാണിക്കാം. അതായത് ഇപ്പൊ രാവിലെ എണീറ്റ് വരുന്ന ഒരു സമയം, രാവിലെ എണീറ്റ് വന്നു, ബ്രഷ് ചെയ്തു, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. ഒരു 2, 3, 4 ദിവസം നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കുഞ്ഞു കാണുവാണെങ്കിൽ അവർ സെയിം സാധനം തന്നെ കോപ്പി ചെയ്യും. അടുത്ത ദിവസം തൊട്ട് കുഞ്ഞും ചെയ്തു തുടങ്ങും. അപ്പൊ അത്തരത്തില് നമ്മളുടെ മോശം വശങ്ങളെ മാറ്റി നിർത്തി, കാരണം നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് കുഞ്ഞ് നമ്മളെ കണ്ടു പഠിക്കുന്നുണ്ട്, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തു തുടങ്ങുന്ന പ്രായമാണ്. അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് വീട്ടുകാർ തന്നെ ഒന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെയുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ മോഡിഫിക്കേഷനിൽ ഏതൊക്കെ ഏരിയാസിലാണ് അവർ വീക്ക്, അത്തരം ഏരിയാസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായ ഇന്റർവെൻഷനോട് കൂടി ഒരു സ്കിൽ ട്രെയിനിങ് ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. അതിന് നമ്മളോടൊപ്പം തന്നെ പാരന്റ്സും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ.